RSS അനുകൂല പരിപാടിയിൽ ഇപ്പോൾ സർക്കാർ നോമിനേറ്റുള്ള VC കൂടി പങ്കെടുക്കുകയാണ് ബിഗ് ഇതിലൊരു നടപടി ആവശ്യമാണോ? അത് അവർ ആദ്യം അത് കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ, എന്നിട്ട് അതിനകത്ത് നിലപാട് പറയാം. പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് BJP ഇതര ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സർവകലാശാലകളെ BJP ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള മതവർഗീയവൽക്കരണത്തിൻ്റെ പാഠശാലകളാക്കി മാറ്റാനുള്ള വലിയ ശ്രമം നടക്കുന്നു. അതിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെയൊക്കെ തന്നെ ഈ നിലയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതിലെ മറ്റു കാര്യങ്ങൾ നമുക്ക് വിഷയങ്ങൾ വന്നതിന് ശേഷം കൂടുതൽ നിലപാട് പറയാം. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, 2 കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവം ഞെട്ടിക്കുന്നതാണ്. അതിലൊരു ഉദ്യോഗസ്ഥൻ അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥൻ ഈ 2 കന്യാസ്ത്രീകളെയും മോറൽ പോലീസിങ്ങിന് അല്ലെങ്കിൽ ഒരു പരസ്യ വിചാരണയ്ക്ക് വേണ്ടി ഇട്ടുകൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഗ്രഹാം സ്റ്റെയിൻസ് ഉൾപ്പെടെയുള്ളവരുടെ ഓർമ്മകൾ ഇന്നും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ വളരെ ബോധപൂർവം ഇത്തരം മതനിരപേക്ഷ ഇന്ത്യക്ക് പോറലേൽക്കുന്ന നിലപാട് BJP സർക്കാരുകൾ തുടരുകയാണ്. അത് കടുത്ത പ്രതിഷേധത്തിന് കാരണമായി മാറുന്ന സംഭവം. പ്രധാനമന്ത്രിക്ക് പരാതി നൽകുന്നതാണ് ബിഷപ്പുകളുടെ സംഘടനയൊക്കെ പറയുന്നത്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അല്ല, പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുകയാണല്ലോ ഒരു വ്യക്തി. ഒരു വ്യക്തി പ്രധാനമന്ത്രിയായി ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി നമുക്ക് എന്ത് തരത്തിലുള്ള അതൃപ്തി ഉണ്ടെങ്കിലും പരാതി കൊടുക്കുക എന്നുള്ളതാണ്. പരാതി കൊടുക്കുക. എന്നാൽ ഇതേ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഗുജറാത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നതെന്ന് നമുക്കൊക്കെ അറിയാം. ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണ്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ സംസ്ഥാനത്തിനും അനുസരിച്ചുള്ള നിലപാടാണ് സ്വീകരിക്കുക. കേരളത്തിലൊരു പ്രത്യേക അജണ്ട, കേരളത്തിന് പുറത്ത് പ്രത്യേക ഒരു അജണ്ട, ഇങ്ങനെയൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്നുള്ളതാണ് വളരെ ഗൗരവമേറിയ പ്രശ്നം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണോ ഇതിനെല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന നില ഉണ്ടായത് എന്നുള്ളതാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് അവരുടെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നമാണ്. സ്വകാര്യ സംഭാഷണമാണ്. പക്ഷേ ഉടനെ തന്നെ മണിക്കൂറുകളിൽ തന്നെ പാലോട് രവിക്കെതിരെ നടപടിയുണ്ടായി, സ്ഥാനചലനം ഉണ്ടായി. പക്ഷേ മോഡി സൂചന എന്ന ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല. എന്താ സൂചന? അല്ല, ഈ DCC പ്രസിഡന്റ് ഒരു പ്രസിഡന്റ് പറഞ്ഞത് പുറത്തേക്ക് ലീക്കായതേ ഉള്ളൂ. LDFൻ്റെ വീണ്ടും ഭരണം വരുമെന്നുള്ളതാണ്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. LDFൻ്റെ ഭരണം തുടർന്നും വരുമെന്ന് ഒരു DCC പ്രസിഡന്റ് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതാണ് പുറത്തു വന്നത്. കേരളത്തിലെ മുഴുവൻ DCC പ്രസിഡന്റുമാരുടെയും ഒരു മനസ്സ് എന്തെന്നുള്ളൊരു പരിശോധന നടത്തിയാൽ എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും. കോൺഗ്രസ്സിലെ ഭൂരിപക്ഷം ആളുകളും പറയുന്ന അഭിപ്രായമാണ്. ഇതിപ്പോൾ പരസ്യമായിട്ട് വന്നു എന്ന് മാത്രം. ഇങ്ങനെ LDFൻ്റെ ഭരണം ഇനിയും കേരളത്തിൽ വരും എന്ന യാഥാർത്ഥ്യം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതിന് ഒരു DCC പ്രസിഡന്റിനെ ഒഴിവാക്കിയെങ്കിൽ 13 DCCയിലും യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ഉണ്ടാവില്ല. എല്ലാവരും മാറ്റിക്കൊണ്ടേയിരിക്കണം. കാരണം അതൊരു വസ്തുതയാണ്. അല്ല, അത് കോൺഗ്രസ് വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണല്ലോ. കോൺഗ്രസ് വ്യക്തമാക്കേണ്ട കാര്യമാണ്. ശശി തരൂർ ഇപ്പോൾ CPIM-ലായിരുന്നെങ്കിൽ എന്നേ പുറത്താകുമായിരുന്നു. CPIM-ലുള്ള ഒരു ലീഡർഷിപ്പിലോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശശി തരൂരെങ്കിൽ എന്നേ പാർട്ടി പുറത്താകുമായിരുന്നു. ഇതിപ്പോൾ കോൺഗ്രസ് ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഇന്നും തൃശ്ശൂരിലെ BJPയുടെ വിജയത്തിൻ്റെ കാരണം കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ പറഞ്ഞ വാർത്ത ഞാൻ കേട്ടു. അപ്പോൾ ഇതൊക്കെ പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. പറഞ്ഞത് അത് ഗോവിന്ദ മാഷ് പറഞ്ഞു.